ഹായ്. നമ്മളൊരു റിലേഷനിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു ബന്ധത്തിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, നമ്മൾ ആ വ്യക്തിയുടെ നെഗറ്റീവ് വശം മാത്രമാണ് കാണുക, അല്ലേ? അത് മാത്രം നമ്മൾ എടുത്തു പറഞ്ഞ് അത് മാത്രം എപ്പോഴും ചിന്തിച്ച് ആ ഒരു കാര്യം നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷനാക്കി മാറ്റും, അല്ലേ? ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ എന്താക്കി മാറ്റും, നമുക്ക് കൂടുതൽ വെറുപ്പും ദേഷ്യവും അല്ലെങ്കിൽ ഇല്ലാത്തതും അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ ഒരു വ്യക്തിയിൽ ആ ഒരു നെഗറ്റീവ് വശം നമ്മൾ കണ്ടെത്തും എന്നതാണ്. അപ്പോൾ എന്ത് വേണം, നമുക്ക് ആ നെഗറ്റീവ് വശം കണ്ടെത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അത് തന്നെ നമ്മളിലേക്ക് ആ വ്യക്തി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ആ ബന്ധത്തിൽ വഷളാക്കുകയും ചെയ്യും. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്കിതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എതിരെ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് വശം മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞതിന് ശേഷം, ആ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് റിലാക്സായി നമ്മൾ കാമായതിനു ശേഷം നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ആ വ്യക്തിയിൽ കാണാവുന്ന പോസിറ്റീവ് വശങ്ങളുണ്ടാവും. ആ പോസിറ്റീവ് വശം എന്താണ് എഴുതി വയ്ക്കുക. അതിന് നേരെ താങ്ക് യു എന്ന് എഴുതി ആ വ്യക്തിയെ മനസ്സിൽ കണ്ട്, ആ വ്യക്തിയുടെ പിക്ചർ മനസ്സിൽ കണ്ട് അതിന് കൂടുതൽ നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്നുള്ള ആ ഒരു ഊർജ്ജം അവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നന്ദിയുടെ ഊർജ്ജം അവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ആ വ്യക്തിയിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുകയും നമ്മളിൽ ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവ് വശങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ ചിലപ്പോൾ റിലാക്സ് ആയതിനു ശേഷം കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ അവർ കൂടുതൽ നെഗറ്റീവ് ആയതിനായിട്ടുള്ള കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാവും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് വേണം, ആ പോസിറ്റിവിറ്റിയെ എടുത്ത് നമ്മൾ നന്ദി പറഞ്ഞ് ആ വ്യക്തിയെ മനസ്സിൽ കണ്ട് ഹീലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബന്ധത്തിലെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുകയും ആ ബന്ധം നല്ലതായി നമ്മളിലേക്ക് ആകർഷിക്കുകയും അത് നമുക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും.